ഹലോ, സുഖാണോ? എന്താണ് വിശേഷം? ചൂടൊക്കെ അല്ലേ? ഇപ്പോൾ ചൂട് കാലത്ത് നമുക്ക് കുറച്ച് തണുത്തത് എന്തെങ്കിലും കഴിച്ചാലോ അല്ലേ? കുറച്ച് വയറിനൊക്കെ ഒരു കുളിർമ, മനസ്സിനൊരു കുളിർമ, പിള്ളേർക്ക് അതിനേക്കാൾ സന്തോഷം. വെക്കേഷനൊക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡെസേർട്ട് അഥവാ കുറച്ച് എന്താ പറയുക, പുഡിങ് കാര്യങ്ങളൊക്കെ കുറച്ച് കോൾഡായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോഴൊരു വല്ലാത്തൊരു സുഖം. കസ്റ്റാർഡ് വെച്ചിട്ടുള്ള ഒരു പുഡിങ് എന്ന് പറയാൻ പറ്റൂല, എങ്കിലും വാനിലയുടെ പറയാം. അങ്ങനെ ഒരു ടൈപ്പ് ഡെസേർട്ട് പോലെയൊക്കെയാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ 1 ലിറ്റർ പാലാണ് തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത്. അതിലോട്ട് കുറച്ചൊരു 10-15 മിനിറ്റ് മുമ്പ് പുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ സാബൂദന ചവ്വരിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് കേട്ടോ കസ്റ്റാർഡ് പൗഡർ വാനിലയുടെ ഫ്ലേവറിൽ. പക്ഷെ നല്ല ഹൈലൈറ്റായിട്ട് വാനിലയുടെ ഫ്ലേവർ അങ്ങനെ നിൽക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് കഴിക്കാൻ. മറ്റൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഫ്ലേവർ ഭയങ്കരമായിട്ട് ഹൈ ലെവലിൽ തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്തിട്ടില്ല. വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഞാനെന്ന് വെച്ചാൽ 1 ലിറ്റർ പാലെടുത്തിട്ട് അതിൽ വെള്ളം ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇത് സെപ്പറേറ്റ് നമുക്ക് വെള്ളത്തിൽ നോർമൽ വാട്ടറിൽ ആഡ് ചെയ്തിട്ട് ഒന്ന് അതിലോട്ട് മിക്സ് ആക്കാമെന്ന്. അപ്പോൾ ഇതുപോലെയുള്ള വലിയ സ്പൂണിൽ ഒരു 2.5-3 സ്പൂണോളം നമുക്ക് ഈ 1 ലിറ്റർ പാലിനായിട്ട് എടുക്കാം. എന്നാലേ കുറച്ച് നമുക്കൊരു തിക്നെസ്സും അതുപോലെ കഴിക്കാൻ കുറച്ച് ക്വാണ്ടിറ്റിയും കൂടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇതിനൊരു 3 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ കട്ടയില്ലാതെ യോജിപ്പിച്ചിട്ട് എടുക്കുക. ഒരു കട്ടയും പാടില്ല. കട്ടയുണ്ടായി കഴിഞ്ഞാൽ പിന്നെ പാടാണ്. അല്ലെങ്കിൽ പിന്നെ കട്ട അഥവാ ഉണ്ടെങ്കിൽ നമ്മൾ വിസ്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. വിസ്ക് ഇല്ലെങ്കിൽ ഇതുപോലെ പെട്ടെന്ന് തന്നെ വെള്ളം ഒഴിച്ച ഉടനെ നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയാൽ ആ കട്ട അങ്ങ് ഉടഞ്ഞു കിട്ടും. ഇനി ഇത് പാല് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മാത്രം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമേ ഇത് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം കൈയട വിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ ഒരു സമയത്ത് നമ്മുടെ ചവ്വരിയും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് നന്നായിട്ട് വെന്ത് കിട്ടി. ഇത് വെള്ളത്തിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒന്ന് കുതിർത്ത് വെച്ചതുകൊണ്ടാണ് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടിയത്. അല്ലെങ്കിൽ പിന്നെ ഇതിൽ ആ വെള്ളത്തിൽ കുതിർക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ സമയം അങ്ങ് എടുക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ പാലങ്ങ് തിളച്ച് വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള വാനില കസ്റ്റാർഡ് പൗഡറും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു തരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് മധുരം ബാലൻസിങ്ങിന് എനിക്ക് എന്തോ ഉപ്പ് വല്ലാത്തൊരു പ്രധാനമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉപ്പ് ചേർക്കണം എന്നില്ല. പിന്നെ ഈ ഒരു സമയത്താണ് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യുന്നത്. കസ്റ്റാർഡ് പൗഡർ ചേർക്കുന്നതിന് മുൻപേ ആണ് പഞ്ചസാര ആഡ് ചെയ്യേണ്ടത്. എന്നിട്ട് പഞ്ചസാര നന്നായിട്ട് ഇളകി അതൊന്ന് യോജിച്ചതിന് അലിഞ്ഞ് അതിന് ശേഷം മാത്രമേ നമ്മൾ കസ്റ്റാർഡ് കലക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം പാലിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലോട്ട് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്യാം. പഞ്ചസാര ഈ ഒരു സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ചിലവർ വാനില ഫ്ലേവർ എന്ന് വെച്ചാൽ നമ്മുടെ ഒരു 2 ഏലക്കായ നന്നായിട്ട് യോജിപ്പിച്ച് പൊടിച്ചിട്ടൊക്കെ ഇടാറുണ്ട്. പാലും അതുപോലെ നമുക്ക് ഈ ഫ്ലേവർ തന്നെ ധാരാളം പഞ്ചസാര നമ്മൾ ഒരു ഉപ്പും കൂടെ ചേർത്ത്. അതാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ ഇട്ട് കൊടുത്താൽ ഇനിയിപ്പോൾ ഇതിൽ വെള്ളത്തിന് അറിയാലോ നമ്മൾ ഏകദേശം നമുക്ക് ആവശ്യമുള്ള പൗഡർ അധികം 1 ലിറ്റർ പെട്ടെന്ന് സെറ്റ് ആയിട്ട് ഫ്രീസറിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് 1 ലിറ്റർ നമുക്ക് പുറത്ത് വെക്കുമ്പോൾ തന്നെ സെറ്റായി കിട്ടും. അപ്പം മധുരം അങ്ങലിയാൻ ഇച്ചിരി പാടാണ്. അതുപോലെ അതാണ് ആദ്യമേ നമ്മുടെ പഞ്ചസാര ചേർക്കുക എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ വാട്ടറും കൂടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിൽ നമ്മുടെ സ്പെഷ്യലായിട്ട് ബദാം ഡ്രിങ്കിൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വേറെ തന്നെ ഒരു ഫ്ലേവറായിരിക്കും. നല്ലൊരു ടേസ്റ്റ് ഫ്ലേവറാണ്. അതായത് നമ്മുടെ പിസ്തയുടെയൊക്കെ ഒരു ഫ്ലേവറിലോട്ട് വരും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ മിൽക്ക് മെയ്ഡ് ഒഴിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നല്ലൊരു ഫ്ലേവറും അതുപോലെ നമുക്ക് മധുരത്തിനും മതി. അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ബദാം ഡ്രിങ്ക് പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി അങ്ങ് യോജിപ്പിച്ചു. ഇനിയിപ്പോൾ ചെറിയൊരു തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് അതങ്ങ് മാറ്റിയിട്ട് വേറെ ഇഷ്ടപ്പെട്ട ബൗളുകളിലോട്ട് മാറ്റിയിട്ട് അങ്ങ് വെക്കാം.
പിന്നെന്ന് വെച്ചാൽ ഞാൻ 2 തരത്തിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്കിതിൽ വേണമെങ്കിൽ തണുത്ത് കഴിഞ്ഞിട്ട് ഫുള്ള് ഫ്രൂട്ട് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആയിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതൊന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണേ. ഇപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ നോർമൽ പുഡിംഗ് ആയിട്ട് എടുക്കുകയാണ്, അതിൽ ഫ്രൂട്ട്സ് ഒന്നും ഇടാതെ. അപ്പോൾ മറ്റേതെന്ന് വെച്ചാൽ നമ്മൾ ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് സെർവ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേറൊരു ബൗളിലോട്ട്, അങ്ങനെ 2 ബൗളിലോട്ടായിട്ടാണ് മാറ്റുന്നത്. അപ്പോൾ ഇപ്പോഴും ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്, അതായത് മാംഗോ മാത്രമാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്, വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതും ജസ്റ്റ് ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ മാംഗോ എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനിപ്പോൾ ഇതിൽ നമ്മുടെ ബദാം ഡ്രിങ്ക് പൗഡറും ആഡ് ചെയ്തു, അതുപോലെ തന്നെ കുറച്ച് സാബുദാനയും കൂടെ ചവ്വരിയും കൂടെ ആഡ് ചെയ്തുകൊണ്ടാണ് ഞാനിങ്ങനെ കട്ട് ഫ്രൂട്ടൊന്നും അധികം ഇട്ട് കൊടുക്കാത്തത്. അതാകുമ്പോൾ നമ്മൾ ഈ ആഡ് ചെയ്തതിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. കാരണം ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ ഇപ്പോൾ നമുക്ക് സാബുദാനയുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നോർമൽ കസ്റ്റാർഡ് ആണെങ്കിൽ നമുക്കിതുപോലെ ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. കുറച്ച് അതിൻ്റെ കൂടെ പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇളകി കിട്ടുന്ന ഒരു രൂപത്തിലോട്ട് നമുക്ക് കടിക്കാൻ കിട്ടും. അപ്പം നമ്മൾ എന്ന് വെച്ചാൽ ഏത് ഭക്ഷണവും സെർവ് ചെയ്യുമ്പോഴും നല്ല അലങ്കാരമുള്ള ഒരു പാത്രങ്ങളൊക്കെ എടുക്കുകയാണെന്നുണ്ടല്ലോ, ആ കഴിക്കുന്നതിന് പ്രത്യേകിച്ചിട്ടൊരു ടേസ്റ്റ് കൂടുമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെയുള്ള ഒരു ഐസ്ക്രീം ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിന് മുകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു കട്ട് ചെയ്തിട്ടുള്ള മാംഗോസ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അധികം കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം കുഞ്ഞുങ്ങളൊക്കെ കഴിക്കുന്നില്ല, അവർക്കൊക്കെ ഒരു കൗതുകം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. നമ്മൾ പറയാമല്ലോ, സെർവ് ചെയ്യുമ്പോൾ എത്രത്തോളം ഭംഗിയിൽ സെർവ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ കഴിക്കുന്ന ആളുടെ മനസ്സും വയറും നിറയെന്ന് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ മനസ്സും വയറും നിറക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് അലങ്കരിച്ച് വെക്കുന്നത്. അപ്പോൾ നമ്മളെ ഗസ്റ്റ് ഏതായാലും അപ്പോൾ പുറത്ത് എടുത്ത് വെച്ചിട്ട്, അപ്പോൾ ഗസ്റ്റ് കഴിച്ചു. ഞാൻ പറഞ്ഞല്ലോ, പ്രൈവസി മാനിച്ചിട്ട് അവരെ വീഡിയോസ് ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. അപ്പം ഞാനും കുറച്ച് ടേസ്റ്റ് നോക്കാണ്, ഉണ്ടാക്കിയ ആൾ കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ടില്ലെങ്കിൽ മോശമല്ലേ. പക്ഷേ ചെറിയൊരു മധുരത്തിൻ്റെ ഒരു കുറവ് എനിക്ക് തോന്നി. ഇവരാരും പറഞ്ഞില്ല, പക്ഷേ എനിക്ക് തോന്നി ചെറുതായിട്ട് മധുരം കുറവുണ്ടെന്ന്. പക്ഷേ ഇതെന്ന് വെച്ചാൽ അവർ തണുപ്പ് കഴിക്കാത്തതുകൊണ്ട് നമ്മൾ നേരത്തെ എടുത്ത് പുറത്ത് വെച്ചായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഈ മധുരം കുറച്ച് കുറവ് തോന്നിയത്. പിന്നെ നമ്മൾ ഈ തണുത്തത് കഴിക്കുമ്പോഴുണ്ടല്ലോ ഒരു കുഴപ്പമില്ല, നല്ല മധുരമൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി. അപ്പോൾ എന്നോട് ചേട്ടൻ പറഞ്ഞു ബദാം ഡ്രിങ്കും കൂടി ഇട്ടത് കൊണ്ട് പ്രത്യേകിച്ച് വേറെ തന്നെ ഒരു ഫ്ലേവർ ഉണ്ട്, നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന്. അപ്പോൾ ആൾക്കാർ പറയുമ്പോഴല്ലേ നമ്മൾ ഉണ്ടാക്കിയ അയാളെ വയറ് നിറയും. നമുക്ക് കഴിക്കണ്ട, നമുക്ക് ഉണ്ടാക്കിയിട്ട് വേറൊരാൾ നല്ല ടേസ്റ്റ് ഉണ്ട് രുചിയുണ്ട് എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ വയറും കൂടെ നിറയും. പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.